We are going to discuss a very simple topic. ഒരു വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യും കേട്ടോ. നമ്മൾ സാധാരണ ഒരുപാട് സെന്റൻസുകൾ തരാറുണ്ട് ഞാൻ, എന്നിട്ട് അതെല്ലാം നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യിപ്പിക്കാറുള്ളത്. ബട്ട് ടുഡേ ഐ എം ഗോണ ഗോ വിത്ത് എ ഡിഫറെന്റ് അപ്രോച്ച്. ലൈക്ക് നമ്മൾ ഹൗ ഓഫൺ എന്ന ഒരു ക്വസ്റ്റ്യൻ വേർഡിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. ഹൗ ഓഫൺ, ചില ആളുകൾ ഇതിനെ ഹൗ ഓഫ്റ്റൻ എന്നും അതിനെ പ്രൊനൗൺസ് ചെയ്യാറുണ്ട്. രണ്ടും ശരിയാണ് കേട്ടോ. പക്ഷെ കൂടുതൽ വൈഡ്ലി ആക്സെപ്റ്റഡ് ആയിട്ടുള്ള പ്രൊനൗൺസിയേഷൻ വരുന്നത് ഹൗ ഓഫൺ എന്നാണ്. ടി സൈലന്റ് ആക്കിയിട്ടാണ് കേട്ടോ. സോ വീണ്ടും പറയുന്നു, ഹൗ ഓഫൺ എന്ന ക്വസ്റ്റ്യൻ വേർഡ് എങ്ങനെയാണ് അത് ക്വസ്റ്റ്യൻ ക്രിയേറ്റ് ചെയ്തത്, അതിന്റെ മീനിങ് എന്താണെന്നൊക്കെ ചില ആളുകൾക്ക് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ട്, ഡൗട്ട്സ് ഉണ്ട്. സോ നമുക്ക് അതൊന്ന് ക്ലിയർ ചെയ്യാം. ഒരു 5 ക്വസ്റ്റ്യൻസ് മാത്രമേ നമ്മൾ ഡീൽ ചെയ്യുന്നുള്ളൂ കേട്ടോ. ഓക്കെ, വി ആർ ഗോണ ഡീൽ വിത്ത് just 5 questions. So I'm gonna end the conversation, this session very quickly. Okay, so നമ്മൾ ആദ്യം പറയാനുള്ളത്, ഞാൻ ആദ്യം പറഞ്ഞു ഓഫൺ എന്നതിൽ ടി സൈലന്റ് ആണെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ഓഫ്റ്റൺ എന്ന് പറയാതെ ഓഫൺ എന്നാണ് പറയാറുള്ളത്, നമ്പർ 1. ആൻഡ് നമ്പർ 2, നമ്മൾ മനസ്സിലാക്കേണ്ടത്, ചില ആളുകളുടെ വിചാരം ഹൗ ഓഫൺ എന്നതിന്റെ അർത്ഥം എത്ര തവണ എന്നാണ്. എത്ര തവണ, അതായത് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ഹൗ മെനി ടൈംസ് എന്ന് ചോദിക്കുമ്പോഴാണ് എത്ര തവണ എന്നുള്ളതിന്റെ പ്രോപ്പർ മലയാളം വരുന്നത് കേട്ടോ. എത്ര തവണ എന്ന് പറയുമ്പോൾ ഹൗ മെനി ടൈംസ് ആണ്. ഹൗ ഓഫൺ എന്ന് പറയുമ്പോൾ ഫ്രീക്വൻസി, അതായത് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എടുക്കാം, എപ്പോഴൊക്കെ എന്ന് പറയില്ലേ, അല്ലെ എപ്പോഴെല്ലാം, ഏതെല്ലാം സമയങ്ങളിൽ എന്നൊക്കെ നമ്മൾ പറയില്ലേ, ആ ഒരു മീനിങ് ആണ് സത്യത്തിൽ ഹൗ ഓഫൺ എന്ന ക്വസ്റ്റ്യൻ വേർഡിന് വരുന്നത്. എത്ര തവണ എന്നല്ല കേട്ടോ. ഓക്കെ, അത് ഹൗ മെനി ടൈംസ് ആണ്. നമ്മൾ ഹൗ മെനി ടൈംസ് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്പേഴ്സ് ആണ് കൊടുക്കുക. ഇപ്പൊ ചെറിയൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഹൗ മെനി ടൈംസ് എ ഡേ ഡു യു പ്രാക്ടീസ് ഇംഗ്ലീഷ്, എത്ര തവണ നീ ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യാറുണ്ട് ഒരു ദിവസം. അപ്പൊ നമ്മൾ പറയും 2 times 3 times, അങ്ങനെ നമ്പേഴ്സ് ആയിരിക്കും നമുക്ക് വരിക ഹൗ മെനി ടൈംസ് യൂസ് ചെയ്യുമ്പോൾ കേട്ടോ. പക്ഷേ ഹൗ ഓഫൺ എന്നുള്ളത് കുറച്ചുകൂടി ഡിഫറെന്റ് കോൺസെപ്റ്റ് ആണ്. വീണ്ടും പറയുന്നത് ഫ്രീക്വൻസി ഓഫ് ടൈം ആണ് നമ്മൾ അവിടെ കൊടുക്കുക. അതായത് ആഴ്ചയിൽ 1 തവണ, അല്ലെങ്കിൽ ആഴ്ചയിൽ 2 തവണ, ദിവസത്തിൽ 3 തവണ, അല്ലെങ്കിൽ ഓരോ 6 മാസം കൂടുമ്പോഴും, അങ്ങനെയൊക്കെയുള്ള ഒരു ഡിഫറെന്റ് മീനിങ് ആണ് വരിക. ജസ്റ്റ് നമ്പേഴ്സ് മാത്രം ആയിരിക്കില്ല എന്ന് മാത്രം മനസ്സിലാക്കുക കേട്ടോ. ഓക്കെ, സോ ഇവിടെ ഞാനൊരു 5 ക്വസ്റ്റ്യൻസുകൾ തരുന്നുണ്ട്. നിങ്ങൾ 5 ക്വസ്റ്റ്യൻസുകളൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്താൽ മതി. വീണ്ടും പറയുന്നു, ഹൗ ഓഫൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴെല്ലാം എന്നാണ് അർത്ഥം വരുന്നത് കേട്ടോ. എപ്പോഴെല്ലാം, എപ്പോൾ എന്നൊക്കെ അർത്ഥത്തിൽ എടുക്കാം നമുക്ക് കേട്ടോ. ഹൗ മെനി ടൈംസിന്റെ മീനിങ് അല്ല, എത്ര തവണ എന്നല്ല, എപ്പോഴെല്ലാം. ഓക്കെ, സോ എൻ്റെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, നീ എപ്പോഴെല്ലാമാണ് എക്സർസൈസ് ചെയ്യാറുള്ളത്? എങ്ങനെയാണ് ട്രാൻസ്ലേറ്റ് ചെയ്യുക സെന്റൻസ്? നീ എപ്പോഴെല്ലാമാണ് എക്സർസൈസ് ചെയ്യാറുള്ളത്? Okay, come on, I'm waiting for the answers. നീ എപ്പോഴെല്ലാമാണ് എക്സർസൈസ് ചെയ്യാറുള്ളത്? എങ്ങനെ ചോദിക്കും ആ ചോദ്യം? പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്, ഹൗ ഓഫൺ നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് ഡു, ഡസ് എന്ന ഓക്സിലറി കോമ്പിനേഷൻസിലായിരിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എൻ്റെ 5 ക്വസ്റ്റ്യൻസ് ഞാൻ ആ ഒരു ഫോർമാറ്റിലാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. പാസ്റ്റ് ടെൻസിൽ ഉപയോഗിക്കൽ വളരെ കുറവാണ്, റയർ ആയിട്ടുള്ള യൂസേജ് ഉണ്ട് എന്നുള്ളത് ശരിയാണ്, പക്ഷെ കൂടുതലായിട്ട് നമ്മൾ അത് ഉപയോഗിക്കുന്നത് പ്രസന്റ് ടെൻസ് ആണ് കേട്ടോ. സോ എങ്ങനെ ഈ ക്വസ്റ്റ്യൻ ചോദിക്കും? നീ എപ്പോഴെല്ലാം എക്സർസൈസ് ചെയ്യാറുണ്ട്? ഹൗ ഓഫൺ വെച്ചിട്ട് എങ്ങനെയാണ് ആ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെ ചോദിക്കേണ്ടത്? സോ ഐ എം വെയിറ്റിംഗ് ഫോർ ദി ആൻസേഴ്സ്. നീ എപ്പോഴെല്ലാമാണ് എക്സർസൈസ് ചെയ്യാറുള്ളത്? ഓക്കെ ഷാന, ഹൗ ഓഫൺ ഡു യു എക്സർസൈസ്? ഓക്കെ, വെരി ഗുഡ്, എക്സലന്റ്. ഷാന പറഞ്ഞിരിക്കുന്നത് ഹൗ ഓഫൺ ഡു യു എക്സർസൈസ് എന്നാണ്. പെർഫെക്റ്റ് സെന്റൻസ് ആണ് കേട്ടോ. ഹൗ ഓഫൺ ഡു യു എക്സർസൈസ് ഇസ് എ പെർഫെക്റ്റ് സെന്റൻസ്. ഓക്കെ, ചിലവരുടെ കോമെന്റ്സ് ഒക്കെ വരാൻ കുറച്ച് ടൈം എടുക്കുന്നുണ്ടായിരിക്കാം. ഓക്കെ, ഡ്യൂ ടു മൈ നെറ്റ്വർക്ക് കണക്ടിവിറ്റി ട്രബിൾസ് ഓർ okay, I know. How often do you exercise? And Ullas, how often do you practice? ഓക്കെ, ഞാൻ ശരിക്കും എക്സർസൈസ് ആണ് ഉദ്ദേശിച്ചിട്ട്, ഉല്ലാസം ശ്രദ്ധിക്കുക, പ്രാക്ടീസ് ആയാലും കുഴപ്പമില്ല. അപ്പോൾ വീണ്ടും പറയുന്നത്, നീ എപ്പോഴൊക്കെയാണ് എക്സർസൈസ് ചെയ്യാറുള്ളത്? ഹൗ ഓഫൺ ഡു യു എക്സർസൈസ്? നമുക്കതിന് ആൻസർ ആയിട്ട് വേണമെങ്കിൽ പറയാം, ഐ എക്സർസൈസ് ഓൾമോസ്റ്റ് എവറി ഡേ. ഞാൻ എപ്പോഴും ഒരുവിധം എപ്പോഴും ഞാൻ എക്സർസൈസ് ചെയ്യാറുണ്ടെന്ന് പറയും. വേണമെങ്കിൽ നമുക്ക് പറയാം, ഐ എക്സർസൈസ് ഓൺ വീക്കെൻഡ്സ്. ഞാൻ വീക്കെൻഡിലാണ് എക്സർസൈസ് ചെയ്യാറുള്ളതെന്ന് പറയാം. വീക്കെൻഡ് പറയുന്ന സമയത്ത് നമുക്ക് ഓൺ വീക്കെൻഡും പറയാം, അറ്റ് വീക്കെൻഡും പറയാം, രണ്ടും പറയാം കേട്ടോ. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ സെന്റൻസിലേക്ക് കടക്കുകയാണ്. രണ്ടാമത്തെ സെന്റൻസ് ആണ്, എപ്പോഴെല്ലാമാണ് അവളുടെ പാസ്വേഡ് ചേഞ്ച് ചെയ്യാറുള്ളത് എന്നെങ്ങനെ ചോദിക്കും? എപ്പോഴൊക്കെയാണ് അവളുടെ പാസ്വേഡ് ചേഞ്ച് ചെയ്യാറുള്ളത്, അല്ലെങ്കിൽ എപ്പോഴാണ് അവളുടെ പാസ്വേഡ് ചേഞ്ച് ചെയ്യാറുള്ളത് എങ്ങനെ ചോദിക്കും? ഏതെല്ലാം സമയങ്ങളിലായിട്ട്, ആ ഫ്രീക്വൻസിയാണ് നമുക്ക് വേണ്ടത് കേട്ടോ. ഏതെല്ലാം സമയങ്ങളിലായിട്ട് അവളുടെ പാസ്വേഡ് ചേഞ്ച് ചെയ്യാറുണ്ട് എങ്ങനെ ചോദിക്കും? പ്രോപ്പർ ക്വസ്റ്റ്യൻ.
നേരത്തെ ഷാന് ചോദിച്ച ക്വസ്റ്റ്യൻ നോക്കിയാണ് കേട്ടോ. ഹൗ ഓഫൺ 3 പേര് ആൻസേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആൻഡ് ഓൾ ദോസ് 3 ആൻസേഴ്സ് were correct. How often do you exercise was perfectly right sentence, okay? And this time my question is different, okay? അവൾ എപ്പോഴെല്ലാമാണ് അവളുടെ പാസ്വേഡ് ചേഞ്ച് ചെയ്യാറുള്ളത് എന്ന് ഹൗ ഓഫൺ വെച്ചിട്ട് എങ്ങനെയാ ചോദിക്കുക? അവൾ എപ്പോഴെല്ലാമാണ് അവളുടെ പാസ്വേഡ് ചേഞ്ച് ചെയ്യാറുള്ളത്? ആൻഡ് ഷാന, ഹൗ ഓഫൻ ഡസ് ഷീ ചേഞ്ച് ഹെർ പാസ്വേഡ്? ഓക്കെ, വെരി ഗുഡ് അറ്റംപ്റ്റ്. ആൻഡ് ഷഫ്ന, ഹൗ ഓഫൻ ഡസ് ഷീ ചേഞ്ച് ഹെർ പാസ്വേഡ്? And Anu, how often does she change her password? And Anu, you have to put a question mark at the end of the questions, okay? Question mark, which is really important, okay? So Shana, Shafna and Anu, I think you 3 got the right answers. Sentence vareyadum angane thaneyanu ട്ടോ. How often does she change her password? എന്നാണ് ആൻസർ വരിക കേട്ടോ. ഇവിടെ ശ്രദ്ധിക്കുക, സിംഗുലേഴ്സ് ആയതുകൊണ്ടാണ് ഡസ്, ഷീ എന്ന സബ്ജക്ട് സിംഗുലർ ആയതുകൊണ്ടാണ് നമ്മൾ ഡസ് വെച്ചത് കേട്ടോ. മുൻപത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ ഡു വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം യു എന്നത് ഐ, യു, ദേ, വി എന്ന പ്ലൂറൽ സബ്ജക്റ്റിൽ ഒന്നായതുകൊണ്ടാണ് ഡു വെച്ചത്. ഇവിടെ ഡസ് വെക്കും, കാരണം ഷീ ആണ് കേട്ടോ. ആൻഡ് നിഷ, ഓക്കെ, ഹൗ ഓഫൻ ഡസ് ഷീ ചേഞ്ച് ഹെർ പാസ്വേഡ്? യുവർ സെന്റൻസ് ഈസ് പെർഫെക്റ്റ്ലി ഓക്കെ, ബട്ട് ജസ്റ്റ് പുട്ട് ക്വസ്റ്റ്യൻ മാർക്ക് അറ്റ് ദി എൻഡ്, ഓക്കെ? എപ്പോഴും എല്ലാവരും ശ്രദ്ധിക്കുക, ഇഫ് യു ആർ typing a question, then you have to put a question mark at the end, which is really important, okay? So അവൾ എപ്പോഴൊക്കെയാണ് അവളുടെ പാസ്വേഡ് ചേഞ്ച് ചെയ്യാറുള്ളത്? How often does she change her password is perfectly right sentence, okay? നമുക്ക് അതിന്റെ ആൻസർ ആയിട്ട് വേണമെങ്കിൽ പറയാം, she changes her password every 6 months, okay? ഓരോ 6 മാസം കൂടുമ്പോഴും അവളുടെ പാസ്വേഡ് ചേഞ്ച് ചെയ്യാറുണ്ടെന്ന് പറയാം. Or you can say whatever the answer you want, okay? So വീണ്ടും പറയുന്നത് എത്ര തവണ എന്നല്ല, എപ്പോഴൊക്കെ എന്നൊരു അർത്ഥത്തിലാണ് നമ്മൾ ഹൗ ഓഫൺ യൂസ് ചെയ്യുന്നത് കേട്ടോ. ശ്രദ്ധിക്കണം. ഓക്കെ, എൻ്റെ മൂന്നാമത്തെ സെന്റൻസ് ആണ്. നിന്റെ ബ്രദർ നീയുമായിട്ട് എപ്പോഴെല്ലാമാണ് പ്രാക്ടീസ് ചെയ്യാറുള്ളത് എന്ന് ചോദിക്കുകയാണ്. ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യാറുള്ളത് കേട്ടോ. നിന്റെ ബ്രദർ നീയുമായിട്ട് എപ്പോഴൊക്കെയാണ് ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യാറുള്ളത്? ഇറ്റ്സ് എ ലെങ്തി സെന്റൻസ്. ഐ ഡെലിബറേറ്റ്ലി decided to give you a lengthy sentence, okay, just to test it. ചില ആളുകൾക്ക് ഷോർട്ട് സെന്റൻസ് കൺസ്ട്രക്ട് ചെയ്യാൻ ഈസി ആയിരിക്കും, ലെങ്തി സെന്റൻസ് വരുമ്പോൾ ചെറിയ പ്രോബ്ലം ഉണ്ട്. സോ ജസ്റ്റ് നോ ഇറ്റ്, ഐ എം ഗിവിംഗ് യു എ ലെങ്തി സെന്റൻസ് ഹിയർ, ഓക്കെ? സോ വീണ്ടും പറയണു, നിന്റെ ബ്രദർ നീയുമായിട്ട് ഇംഗ്ലീഷ് എപ്പോഴൊക്കെയാണ് പ്രാക്ടീസ് ചെയ്യാറുള്ളത്? മലയാളത്തിൽ ആ സെന്റൻസ് എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് മാറ്റിമറിച്ചു പറയാം. Okay, that's completely your choice. വീണ്ടും പറയുന്നു, നിന്റെ ബ്രദർ നീയുമായിട്ട് എപ്പോഴൊക്കെയാണ് ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യാറുള്ളത്? That's our question. And Shana, how often does your brother practice English with you? Okay, so how often does your brother practice English with you? Okay, very good sentence. And Jasni, how often does your brother practice English with you? Perfect sentence. And Shana and Jasni, you both got the right sentence. How often does your brother practice English with you? ഇവിടെ നമ്മൾ ഡസ് ആണ് വെച്ചിരിക്കുന്നത്. ആൻഡ് ഷാന, ഹൗ ഓഫൻ കണ്ട് സ്പേസ് ഉണ്ട് കേട്ടോ. അതായത് ഹൗ ഓഫൻ്റെ ഇടയിൽ സ്പേസ് ഉണ്ട് കേട്ടോ, ശ്രദ്ധിക്കണേ. ഓക്കെ, സോ ഇവിടെ നമ്മൾ ഡസ് ആണ് ക്വസ്റ്റ്യനിൽ വെച്ചത്. വൈ? ബിക്കോസ് യു നോ ദാറ്റ്, ഓക്കെ, your brother is actually a singular subject, and that's why we put does in this sentence, okay? So how often does your brother practice English with you is a perfect sentence. And Shana and Justine, you got the right answers, okay? Excellent. So I'm just moving on to fourth question ആണ് കേട്ടോ. ഇത് കുറച്ച് ഡിഫറെൻ്റ് ആണ്, ശ്രദ്ധിക്കണം. എപ്പോഴെല്ലാമാണ് ഈ മെഡിസിൻ കഴിക്കേണ്ടത്? നിനക്ക് എപ്പോഴൊക്കെയാണ് ഈ മെഡിസിൻ കഴിക്കേണ്ടത് എന്ന് ചോദിക്കുകയാണ്. കഴിക്കേണ്ടത് എങ്ങനെയാലും കുഴപ്പമില്ല. എപ്പോഴൊക്കെയാണ് നിനക്ക് ഈ മെഡിസിൻ കഴിക്കാനുള്ളത്, അല്ലെങ്കിൽ നീ എപ്പോഴൊക്കെയാണ് ഈ മെഡിസിൻ കഴിക്കേണ്ടത് എന്നെങ്ങനെ ചോദിക്കും? എപ്പോഴൊക്കെയാണ് നീ ഈ മെഡിസിൻ കഴിക്കേണ്ടത്, അല്ലെങ്കിൽ നിനക്ക് ഈ മെഡിസിൻ കഴിക്കാനുള്ളത് എന്ന് നമ്മൾ ചോദിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ പോയി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ആഫ്റ്റർ കൺസൾട്ടിങ് ദ ഡോക്ടേഴ്സ്, when we get back home we ask it. It's a very usual question, right? Like, എപ്പോഴൊക്കെയാണ് ഈ മരുന്ന് നീ കഴിക്കേണ്ടത്, അല്ലെങ്കിൽ നിനക്ക് കഴിക്കാനുള്ളത്? So how do you ask it? It's a very simple sentence. Okay, Shafna, how often do you take മെഡിസിൻ? ഹൗ ഓഫൻ ഡു യു ടേക്ക് മെഡിസിൻ എന്ന് പറയുമ്പോൾ ഓൾറെഡി നമ്മൾ അതൊരു ഡിഫറെൻറ്റ് സെൻറ്റൻസ് അല്ലേ. ഇപ്പം നിനക്ക് കഴിക്കാനുള്ളത് എന്നൊക്കെ നമ്മൾ പറയില്ലേ, കഴിക്കാനുള്ളത്. അപ്പം നമ്മൾ നോർമലി കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളോടാണ് നമ്മൾ ഹൗ ഓഫൻ ഡു യു ടേക്ക് ദിസ് മെഡിസിൻ എന്നൊക്കെ ചോദിക്കുക. കഴിക്കാനുള്ളത്, കഴിക്കേണ്ടത് എന്ന് പറയുമ്പോൾ there is a slight variation, difference in it. And Justine, how often
how often you have to take medicine. Okay, very good Justine. I think your sentence is very close sentence. പക്ഷെ അവിടെ ഒരു ഓക്സിലറി മിസ് ആയിട്ടുണ്ട് കേട്ടോ. ജസ്റ്റിന്റെ സെന്റൻസ് ഓക്കെ ആണ്, പെർഫെക്റ്റ്ലി ഓക്കെ ആണ്. പക്ഷെ അതിലൊരു ഓക്സിലറി മിസ് ആയിട്ടുണ്ട്. ഓക്സിലറി നമുക്ക് ഹൈഡ് ചെയ്തിട്ടൊക്കെ നമുക്ക് പറയാവുന്നതാണ്. പക്ഷെ എന്നാലും കുറച്ചുകൂടെ പെർഫെക്റ്റ് ആയിട്ടുള്ള സെന്റൻസ് ആണ്. ജസ്റ്റിന് കിട്ടും. ജസ്റ്റ് give it a shot, give it a try, you will definitely get it. വീണ്ടും പറയുന്നു, എപ്പോഴൊക്കെയാണ് നിനക്ക് ഈ മെഡിസിൻ കഴിക്കേണ്ടത്, അല്ലെങ്കിൽ നിനക്ക് എപ്പോഴൊക്കെ കഴിക്കാനുള്ളത് അർത്ഥത്തിൽ കേട്ടോ. ഹാവ് ടു വെച്ചിട്ട് തന്നെയാണ് ചോദിക്കേണ്ടത് കേട്ടോ. ആൻഡ് ഷാന, ഹൗ ഓഫൺ വിൽ യു ടേക്ക് ദിസ് മെഡിസിൻ? ഓക്കെ, വിൽ യു ടേക്ക് കുഴപ്പമില്ല, സെന്റൻസ് ഓക്കെ ആണ്. പക്ഷേ എങ്കിലും പെർഫെക്റ്റ് സെന്റൻസ് അതല്ല. വീണ്ടും പറയുന്നു, ജസ്റ്റിയുടെ സെന്റൻസ് ആണ് വെരി ക്ലോസ് ആയിട്ടുള്ള സെന്റൻസ് കേട്ടോ. ആൻഡ് അനു, ഹൗ ഓഫൺ യു ഹാവ് ടു ടേക്ക് ദിസ് മെഡിസിൻ? വെരി ഗുഡ് അനു. ആക്ച്വലി ജസ്റ്റി പറഞ്ഞ സെന്റൻസും അനുവിന്റെ സെന്റൻസും വെരി മച്ച് സെയിം. പക്ഷെ നിങ്ങൾ അതിലൊരു നമ്മുടെ ഡു എന്നൊരു ഓക്സിലറി അതിൽ മിസ്സായിട്ട് പോയിട്ടുണ്ടെന്നേ ഉള്ളൂ. അത് ഡ്രോപ്പ് ചെയ്തിട്ട് നമുക്ക് ചോദിക്കാം, നോ പ്രോബ്ലം. ജസ്റ്റിയുടെയും അനുവിന്റെയും സെന്റൻസ് പെർഫെക്റ്റ്ലി ഓക്കെ ആണ് കേട്ടോ. എനിവേ, ഞാൻ ആ സെന്റൻസ് ഒന്നുകൂടെ ഇവിടെ പറയുന്നുണ്ട്. സെന്റൻസ് ഇങ്ങനെയാണ് വരേണ്ടത്. ഹൗ ഓഫൺ ഡു യു ഹാവ് ടു take this medicine എന്നാണ് പ്രോപ്പർ സെന്റൻസ് വരുന്നത് കേട്ടോ. ഹൗ ഓഫൺ ഡു യു ഹാവ് ടു ടേക്ക് ദിസ് മെഡിസിൻ? അർജുൻ, ഹൗ ഓഫൺ ഡു യു ഹാവ് ടേക്ക് ദിസ് മെഡിസിൻ? അർജുൻ ഹാവ് ടു ഉണ്ട് കേട്ടോ. ഓക്കെ, മേ ബി അതൊരു ടൈപ്പോ ആവാനാണ് വഴിയുള്ളത്. സംടൈംസ് when we type really fast, we just make a lot of errors in it. ഓക്കെ, ഹൗ ഓഫൺ യു ടേക്ക് ദിസ് മെഡിസിൻ? ഓക്കെ, ഇവിടെ എപ്പോഴൊക്കെയാണ് നീ മെഡിസിൻ നിനക്ക് കഴിക്കാനുള്ളത് അല്ലെങ്കിൽ കഴിക്കേണ്ടത് എന്ന അർത്ഥത്തിൽ ചോദിക്കുമ്പോൾ ഹൗ ഓഫൺ ഡു യു ഹാവ് ടു ടേക്ക് ദിസ് മെഡിസിൻ എന്നാണ് കേട്ടോ ചോദിക്കേണ്ടത്. ഹൗ ഓഫൺ ഡു യു ഹാവ് ടു ടേക്ക് ദിസ് മെഡിസിൻ. ഇനി എപ്പോഴൊക്കെ നീ കഴിക്കാറുള്ളത് എന്ന് ചോദിക്കുകയാണ്. കഴിക്കുന്ന ഒരാളോട് നമ്മൾ ചോദിക്കില്ലേ പോയിട്ട് എപ്പോഴൊക്കെ ഈ മരുന്ന് കഴിക്കാറുള്ളത്? അപ്പോൾ കുഴപ്പമില്ല, ഡു യു ഹാവ് ടുന്റെ ആവശ്യം വരുന്നില്ല. You can simply go after how often do you take this medicine, no problem. Okay, പക്ഷെ ഇവിടെ സ്ലൈറ്റ്ലി ഡിഫറെന്റ് അല്ലേ സെന്റൻസ്? എപ്പോഴൊക്കെ ഇത് കഴിക്കേണ്ടത് എന്ന് ചോദിക്കണം കേട്ടോ. സോ ഹൗ ഓഫൺ ഡു യു ഹാവ് ടു ടേക്ക് ദിസ് മെഡിസിൻ? ഓക്കെ, സോ അവർ ഫൈനൽ സെന്റൻസ് ആണ്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ ആണ്, ഫൈനൽ സെന്റൻസ് ആണ്. എപ്പോഴൊക്കെയാണ് നീ നിന്റെ പാരന്റ്സിനെ വിളിക്കാറുള്ളത് എന്ന് ചോദിക്കുക. എങ്ങനെ ചോദിക്കും? എപ്പോഴൊക്കെയാണ് നീ നിന്റെ പാരന്റ്സിനെ വിളിക്കാറുള്ളത്, കോൾ ചെയ്യാറുള്ളത്? സപ്പോസ് ഇഫ് യു ആർ വർക്കിംഗ് അബ്രോഡ്, യു മേ not get the chance to call your parents all the time or every day. So when you have a conversation with such people, you can ask this one. എങ്ങനെ ചോദിക്കും? എപ്പോഴൊക്കെയാണ് നീ നിന്റെ പാരന്റ്സിനെ വിളിക്കാറുള്ളത്? എപ്പോഴെല്ലാം, ഏതെല്ലാം സമയങ്ങളിൽ എന്നൊക്കെ അർത്ഥത്തിൽ കേട്ടോ. എങ്ങനെ ചോദിക്കും? എപ്പോഴെല്ലാമാണ് നീ നിന്റെ പാരന്റ്സിനെ വിളിക്കാറുള്ളത്? ഇറ്റ്സ് എ വെരി സിമ്പിൾ സെന്റൻസ്. നമ്മൾ ഇത്രയും പറഞ്ഞതിൽ ഏറ്റവും സിംപ്ലസ്റ്റ് സെന്റൻസ് ആവാൻ ചാൻസ് ഉണ്ട്. ആൻഡ് ഷാന, ഹൗ ഓഫൺ ഡു യു കോൾ യുവർ പാരന്റ്സ്? Okay, excellent, right? Excellent, very good sentence. How often do you call your parents? And Shafna, how often do you call your parents? Okay, excellent, very good. And Shana and Shafna, both of you said the right answer. And Jasni, how often you call your parents? Okay. So I think Jasni is dropping auxiliaries in questions. That's okay. നമ്മൾ കാഷ്വലി സംസാരിക്കുന്ന സമയത്ത് നമുക്ക് ഓക്സിലറീസ് ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മൾ ഇഫ് യു ആർ എ ലേണർ, യു ഹാവ് ടു യൂസ് ഇറ്റ് ഇൻസൈഡ്. ഓക്കെ, സോ ഹൗ ഓഫൺ ഡു യു call your parents would be much better sentence. Okay, just me. How often will you call? Will വെക്കേണ്ട ആവശ്യമില്ല, വിളിക്കാറുള്ളത് എന്നല്ലേ അനു പറയുന്നത്, വിളിക്കാറുള്ളത് എന്നാണ് കേട്ടോ. So it's happening every day. It happens every day. Okay, and then how often do you call your parents? Anonymous, that's absolutely right. And Anjita, how often do you call your parents? Okay, that's completely right. Okay, so I think everybody got the right answer. സോ വീണ്ടും പറയുന്നു, ഹൗ ഓഫൺ എന്നുള്ള സെന്റൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഹൗ മെനി ടൈംസ് എന്നുള്ളത് എത്ര തവണ എന്നാണ്. നമ്പേഴ്സ് മാത്രമേ അവിടെ നമുക്ക് ആൻസർ ആയിട്ട് വരുള്ളൂ. 1, 2, 3 അങ്ങനെ തവണ എന്ന് മാത്രമേ വരുള്ളൂ, ടൈംസ് വരുള്ളൂ. ഇത് അങ്ങനെയല്ല കേട്ടോ. ഏതെല്ലാം സമയങ്ങളിൽ ഫ്രീക്വൻസി ചോദിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹൗ ഓഫൺ യൂസ് ചെയ്യുന്നത് കേട്ടോ. അത് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ഹൗ ഓഫൺ യൂസ് ചെയ്യുന്നത് ഈ ഡൂഡസിലായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ദാറ്റ് ഈസ് ദ റീസൺ വൈ I brought 5 questions in does and to do here. Okay, today. Okay, so that's all for today. Okay, I know it's a very short time. It's only for a very short time. I get it. We normally have a detailed sessions like 20-25 minutes or sometimes 50 minutes. But it's just a very tiny discussion. Okay, I'm doing this video after a long time, and that's why I'm just giving you a very short practice. Okay. ഞാനൊരു കാര്യം ചെയ്യാം, നിങ്ങൾ ഹൗ ഓഫൺ വെച്ചിട്ട് ഒരു 10 ക്വസ്റ്റ്യൻസും കൂടെ നിങ്ങൾക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയി. ഞാൻ ഇൻബോക്സിലേക്ക് മെസ്സേജ് ചെയ്യാം, അല്ലെങ്കിൽ യു ക്യാൻ കോമെന്റ് ഡൗൺ ബിലോ. ദാറ്റ്സ് കംപ്ലീറ്റ്ലി യുവർ ചോയ്സ്. ഓക്കെ, സോ താങ്ക് യു സോ മച്ച് എനിവേ. I'd like to wind up today, and we'll be keeping in touch. Okay, so thank you so much, and I'll see you tomorrow with another lesson. Okay, bye bye.